ഇവിടെ വന്ന ഫ്രാൻസിസ് ഒക്കെ എന്നെ വിളിക്കും, ഡാഡി എന്നല്ലാതെ അവൻ വിളിക്കത്തേ ഇല്ല. ഇവിടെ നാട്ടിൽ ഇവിടെ വന്നായിരുന്നല്ലോ ഫ്രാൻസിസ് ലൂബ്രിനോ. അത് കഴിഞ്ഞപ്പോൾ എന്നെ അപ്പാന്നാണ് വിളിക്കുന്നത്. കാര്യം പിള്ളേർ അപ്പാന്ന് വിളിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പം അവൻ്റെ ഭാഷയിലല്ല. അപ്പോൾ അവൻ അങ്ങനെയാണ് കണക്കാക്കുന്നത്. എന്തുകൊണ്ടാണ്? ഒന്ന് ഉപേക്ഷിച്ചാൽ 100 മടങ്ങ് നമുക്ക് കിട്ടും. 100 മടങ്ങിന് വീടുകൾ കിട്ടും, 100 മടങ്ങ് അപ്പന്മാരെ കിട്ടും, അമ്മമാരെ കിട്ടും. അതൊന്നും ആർക്കും വേണ്ട, കാശ് മാത്രം മതി, ഇല്ലേ? ജോലി പോയാൽ ജോലി കിട്ടും. അതാണ് പറയുന്നത്. നിലങ്ങളെയോ എന്ന് പറയുന്നത് ആ കാലയളവിൽ ഒരു മനുഷ്യന് അവൻ്റെ അനുദിന ജീവിതത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ, അവൻ്റെ ജോലി എന്ന് പറയുന്നതിന് തുല്യമാണ് നിലങ്ങൾ. നിൻ്റെ ജോലി പോയാൽ നിനക്ക് വേറെ ജോലി കിട്ടും. കർത്താവിൻ്റെ നാമം നിമിത്തം ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഉപേക്ഷിച്ചാൽ അതെല്ലാം 100 മടങ്ങ് ലഭിക്കും. അവർ നിത്യജീവനെയും അവകാശമാക്കും. എന്നാൽ ഇത് കിട്ടുന്നതല്ല വിഷയം. അത് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, പക്ഷേ അതിനപ്പുറത്തായിട്ട് നിത്യജീവനെ കിട്ടും. പ്രിയമുള്ളവരെ, വളരെ വ്യത്യസ്തമായ ഒരനുഭവമാണ് നമുക്കുള്ളത്. നിത്യതയുടെ ദർശനത്തിൽ നമ്മൾ ജീവിക്കണം. യേശുക്രിസ്തുവിനോട് കൂടെ ജീവിക്കണം. ഓരോ സന്ദർഭങ്ങളിലും ഭൗമിക മോഹങ്ങളിൽ നിന്ന് നമുക്കൊരു വിടുതൽ കിട്ടണം. ഭൗമിക മോഹങ്ങളിൽ നിന്ന്. കർത്താവ് വരുന്നത് ദ്രവ്യാഗ്രഹികളെ കൊണ്ടുപോകാനല്ല. ഇന്ന് പലപ്പോഴും നമ്മുടെ പ്രസംഗങ്ങൾ പോലും നമ്മളിൽ ഉണ്ടാക്കുന്നത് ദ്രവ്യാഗ്രഹമാണ്. കൂടുതൽ ദ്രവ്യാഗ്രഹമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. കൂടുതൽ ദ്രവ്യാഗ്രഹം, ഭൂമിയിലുള്ളത് മാത്രം കണ്ടുകൊണ്ട് ജീവിക്കുന്നതായ ഒരവസ്ഥ. ഒന്നാമത്തെ കാര്യം, നമ്മൾ വീണ്ടും ജനിച്ചവരാണ്, ഉയരത്തിൽ നിന്ന് ജനിച്ചവരാണ്. നമ്മൾ ഈ ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്, പക്ഷെ നമ്മൾ ഭൂമിയിലുള്ളവരല്ല. നമ്മുടെ ബ്രീഡ് മാറി. ഞാനൊരു കഥ പറഞ്ഞിട്ടുണ്ട് പലയിടത്തും, ഇവിടെയും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഒരിക്കൽ ഒരു കോഴിയുടെ കീഴിൽ മുട്ട അടവെച്ച കൂട്ടത്തിൽ അറിയാതെ ഒരു പരുന്തിൻ്റെ മുട്ടയും ഈ മുട്ടയുടെ കൂട്ടത്തിൽ അങ്ങ് വന്നു. വിരിഞ്ഞപ്പം 10 കോഴിക്കുഞ്ഞുമുണ്ട്, ഒരു പരുന്തും കുഞ്ഞുമുണ്ട്. അതിൻ്റെ അമ്മയ്ക്കും മനസ്സിലായില്ല, ആർക്കും മനസ്സിലായില്ല ഇത് പരുന്തും കുഞ്ഞാണെന്ന്. പരുന്തും കുഞ്ഞിനും മനസ്സിലായില്ല. അതും ചിന്തിച്ച് ഞാൻ കോഴിക്കുഞ്ഞാന്നു. അപ്പോൾ അങ്ങനെ ഇതിങ്ങനെ വളർന്നു. പക്ഷേ പരുന്തിൻ്റെ കുഞ്ഞ് ഒത്തിരി തിന്നും, നല്ല നീളവും നല്ല സ്ട്രോങ് ആയിട്ടുള്ള വിങ്സും ഒക്കെ ആയി. ഒരു ദിവസം ഇതിങ്ങനെ നെഞ്ചൊക്കെ വിരിച്ചിങ്ങനെ നിൽക്കുമ്പോൾ മോളിൽ ഒരു പരുന്ത് നോക്കിയപ്പം കോഴിക്കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ പരുന്തും കുഞ്ഞ് കളിക്കുന്നു. ഉടനെ പരുന്ത് താഴോട്ട് ചാടി വന്നു. പരുന്തിനെ കണ്ടതും കോഴിക്കുഞ്ഞുങ്ങളെല്ലാം കൂടെ ഓടി അമ്മയുടെ അടുത്ത് പോയി. പരുന്തിൻ്റെ കുഞ്ഞിന് പോകാൻ പറ്റിയില്ല. ഈ പരുന്ത് വന്ന് ഇതിനെ അങ്ങ് ഫിക്സ് ചെയ്തു. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടത്തില്ല. എന്നിട്ട് ചോദിച്ചു, നീ എന്തിനാടാ ഇതിൻ്റെ കൂട്ടത്തിൽ കിടന്ന് കളിക്കുന്നത്? എന്നെ പറഞ്ഞ്, ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ കൂടെ അല്ലേ കളിക്കുന്നത്. കാര്യം അതിനറിയത്തില്ലല്ലോ. ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ കൂടെ കളിക്കുന്നെന്നുള്ളതേ ഉള്ളൂ. സഹോദരങ്ങളോ? ആര്? ഇതെല്ലാം എൻ്റെ സഹോദരങ്ങളല്ലേ. എൻ്റെ പെങ്ങന്മാരും എൻ്റെ ആങ്ങളമാരും എൻ്റെ അനിയന്മാരും ഞങ്ങൾ എല്ലാം സഹോദരങ്ങളാണ്. എന്നെ പറഞ്ഞു, എടാ അത് കോഴിക്കുഞ്ഞല്ലേ? അതെ, ഞാനും കോഴിക്കുഞ്ഞല്ലേ. എന്ന് വെച്ചാൽ, നീ കോഴിക്കുഞ്ഞോ? നീ പരുന്തും കുഞ്ഞല്ലോ. അയ്യോ അങ്കിളെ, പരുന്തെന്ന് പറയല്ലേ, ഞങ്ങളുടെ അമ്മ പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു ശത്രുവുണ്ട്, അത് പരുന്തെന്ന് പറയല്ലേ. പരുന്തെന്ന് പറയുന്നത് എനിക്ക് പേടിയാ. എടാ നീ പേടിക്കണ്ട, നീ ഒരു പരുന്താ. ഞാൻ പരുന്തോ? ഞാൻ കോഴിക്കുഞ്ഞല്ലേ. എന്നെ പറഞ്ഞു, ഇല്ലടാ നിനക്ക് പറക്കാൻ പറ്റും. എനിക്ക് പറക്കാൻ പറ്റത്തില്ല. അതെന്താ? എൻ്റെ അമ്മ പോലും പറക്കത്തില്ല. ഇന്നാളിൽ എൻ്റെ അമ്മയൊന്ന് പറക്കാൻ നോക്കി, അങ്ങോട്ടൊന്ന് പോയി പെട്ടെന്ന് താഴെ വീണു. എനിക്ക് പറക്കാൻ പറ്റത്തില്ല, ഞാൻ കോഴിക്കുഞ്ഞല്ലേ. അല്ലടാ നീ പരുന്തും കുഞ്ഞാ. അല്ലങ്കിളെ, എടാ നീ നിന്നെ തന്നെ ഒന്ന് നോക്ക്. ഈ കോഴിക്കുഞ്ഞിനേക്കാളൊക്കെ എന്ത് വലുതാ നീ പരുന്തും കുഞ്ഞല്ലേ. അല്ല കോഴിക്കുഞ്ഞാണെങ്കിൽ നീ ഇത്രയും കാണുമോ? അതുങ്ങളെ പോലെയല്ല ഉള്ളൂ. അതേ, എനിക്ക് ഭയങ്കര വിശപ്പാ. അതുങ്ങളൊക്കെ 3-4 പുഴുവിനെ തിന്നുമ്പോൾ ഞാൻ 10-20 പുഴുവിനെ തിന്നും. അതാ ഇങ്ങനെ വണ്ണമൊക്കെ വെച്ചിരിക്കുന്നത്. പറഞ്ഞ്, അല്ലടാ നിന്റെ ചിറകൊന്ന് പിടിച്ചേ. കണ്ടോ കോഴിക്കുഞ്ഞു പോലാണോ? ഇവിടെ പറക്കാൻ പറ്റും, നീ ഒന്ന് ചിറകടിച്ചേ. അപ്പം അങ്ങനെ ഈ പരുന്ത് ഇതിനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് ഒടുവിൽ എന്ത് ചെയ്തെന്നറിയാമോ? ഇത് പറക്കാൻ തുടങ്ങി. പറന്നപ്പോൾ ഇത് പറന്ന് മുകളിലേക്ക് ഉയരുന്നതാണ് നമ്മൾ കാണുന്നത്. പറന്ന് മുകളിലേക്ക് ഉയരുകയാണ്. ആ കുഞ്ഞിന് മനസ്സിലായി, ഞാൻ കോഴിക്കുഞ്ഞല്ല, ഞാനൊരു പരുന്തും കുഞ്ഞാ. എൻ്റെ ജന്മം പരുന്തിൻ്റെ ജന്മമാണ് എന്നുള്ളത് മനസ്സിലായി. അത് പറക്കാൻ തുടങ്ങി. പക്ഷേ പലപ്പോഴും നമുക്ക് പറ്റുന്ന പ്രശ്നം, നമ്മളൊക്കെ വീണ്ടും ജനിച്ചവരാണ്. വീണ്ടും ജനിച്ചവൻ കോഴിക്കുഞ്ഞല്ല, അവൻ ഉയരത്തിൽ പറക്കാനുള്ളവരാണ്. വി ആർ ബോൺ ടു ഫ്ലൈ. നമ്മൾ പറക്കാനായിട്ട് ജനിച്ചവരാണ്. ഉയരത്തിലുള്ളതായിരിക്കണം നമ്മുടെ മനസ്സിൽ മുഴുവൻ. അതില്ലാതെ ഭൂമിയിലുള്ളത് മാത്രം ആലോചിച്ചിരുന്നാൽ
പ്രിയമുള്ളവരെ, വലിയ കഷ്ടമാണ്. പക്ഷെ ഇവിടെ വന്ന് പറയുന്നതെന്നറിയാമോ? ഈ പ്രസംഗരൊക്കെ വന്ന് പറയുന്നത് നിനക്ക് കൂടുതൽ പുഴുവിനെ കിട്ടുമെന്ന്, അല്ലാതെ വേറെ ഒന്നുമില്ല. പരുന്ത് കുഞ്ഞിനോട് പറയാം, നിനക്ക് കൂടുതൽ പുഴുവിനെ കിട്ടുമെന്ന്. നിനക്ക് വീട് കിട്ടും, നിനക്ക് വണ്ടി കിട്ടും, അത് കിട്ടും. ഇതെല്ലാം പുഴുവാ, ഭൂമിയിലെ കാര്യങ്ങളാ. എടാ, ഉയരത്തിലേക്ക് പറക്കാനാ നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത്. ആ ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ. കൊലോസ്യ ലേഖനം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അതാണ്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയിർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. നോക്കുക, ദൈവവചനം പറയാണ്, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയിർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ. യെസ്, ഇനിയിപ്പോൾ നമ്മൾ പഴയ ബ്രീഡല്ല, പഴയ കോഴിക്കുഞ്ഞിൻ്റെ അനുഭവമല്ല നമുക്ക് ആവശ്യം. ഭൗമികമായ കാര്യങ്ങളിൽ മുഴുകി ഇത് തലയ്ക്ക് പിടിച്ച് ഭൂമിയിലെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചു പോകുന്നതല്ല നമുക്ക് ആവശ്യം. നമ്മൾ ഉയരത്തിലുള്ളത് ചിന്തിക്കണം. കാരണം നമ്മൾ ക്രിസ്തുവിനോടുകൂടെ ഉയിർത്തെഴുന്നേറ്റിരിക്കുന്നു. വി ആർ വിത്ത് ക്രൈസ്റ്റ്, വി ആർ റിസൺ വിത്ത് ക്രൈസ്റ്റ്, വി ആർ ലിവിങ് വിത്ത് ക്രൈസ്റ്റ്. ആ ക്രൈസ്റ്റ്, ആ ക്രിസ്തുവാണ് എന്നെ നയിക്കുന്നത്, എന്നെ നടത്തുന്നത്. ആ ക്രിസ്തു ഇപ്പോഴെവിടെയാ? ഉയരത്തിൽ, ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. നമ്മുടെ ചിന്തകളെല്ലാം കർത്താവ്, അതുകൊണ്ട് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴെല്ലാം നമ്മൾ ഓർക്കേണ്ടത്, കർത്താവ് ഇപ്പോഴെവിടെയാ? അവൻ ഉയരത്തിലാണ്. ഈ ഭൂമിയിലുള്ളത് ചിന്തിച്ച് ജീവിക്കാനുള്ളതല്ല എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. വി ആർ ബോൺ ടു ഫ്ലൈ. ഭൂമിയിലുള്ളതല്ല. 2-ാമത്തെ വാക്യം, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഭൗമികമായ കാര്യങ്ങൾ ചിന്തിച്ചല്ല നീ ജീവിക്കേണ്ടത്. കാര്യം നീ ഉയരത്തിൽ നിന്ന് ജനിച്ചവനാണ്. അതുകൊണ്ട് ഉയരത്തിലുള്ളതായിരിക്കണം നിന്റെ ചിന്തകളെ നിയന്ത്രിക്കുന്നത്. 100% ഉയരത്തിലുള്ളത് ചിന്തിക്കുന്ന ഒരനുഭവമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. 3-ാമത്തെ വാക്യം പറയുന്നത്, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. വി ആർ ഡൈഡ്. ഡൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ശവക്കുഴി പോയെന്നല്ല. വി ആർ ഡൈഡ് ടു ദ വേൾഡ്. ലോകത്തിന് നമ്മൾ മരിച്ചിരിക്കുകയാണ്. ലോകത്തിന് മരിച്ചിരിക്കുകയാണ്. അവിടെ 3-ാമത്തെ വാക്യം, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. എനിക്കിപ്പോൾ എൻ്റെ റിലേഷൻഷിപ്പ് മുഴുവൻ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട, ഉയരവുമായി ബന്ധപ്പെട്ടാണ്, യേശുവുമായി ബന്ധപ്പെട്ടാണ്. കർത്താവ് വരാൻ പോവുകയാ. എൻ്റെ മനസ്സ് മുഴുവൻ യേശുവേ ഉള്ളൂ. യേശു അല്ലാതെ വേറെ ഒന്നും എൻ്റെ മനസ്സിൽ കയറുന്നില്ല. ഭൂമിയിലുള്ളതൊന്നും എൻ്റെ മനസ്സിൽ കയറുന്നില്ല. അവൻ്റെ വരവിന് വേണ്ടി ഞാനിങ്ങനെ, വരവിന് വേണ്ടി എന്നുള്ളതല്ല, എനിക്ക് വേറെ ചിന്തയൊന്നുമില്ല. കർത്താവ് മാത്രമേ എൻ്റെ മനസ്സിലേക്ക് വരുന്നുള്ളൂ. കാരണം അവിടുന്ന് വരുന്നു. അവിടുന്ന് വരുമ്പോൾ എന്നെ ചേർക്കുവാനായിട്ട് അവൻ വരുന്നു എന്നുള്ളതാ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 4-ാമത്തെ വാക്യത്തിൽ, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. നമ്മുടെ കർത്താവായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ അവൻ വരുന്നു. The coming of the Lord. When Christ, who is our life, shall be manifested, then shall we also be with him manifested in glory. തേജസ്സിൽ, നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും എന്ന് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ക്രിസ്തുവിനോട്, നമ്മുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ യേശുവിലാണ്, ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. എന്നെ കവർ ചെയ്തിരിക്കുന്നത് യേശുവാണ്. എന്നാൽ ഇവിടെ കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. അടുത്ത ഒരു സെഷനുണ്ട്. അത് തേജസ്സാണ്. അതിപ്പോഴല്ല. ഇപ്പോഴേ തേജസ് ഉണ്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്. അവനോടുകൂടെ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. തേജസ്സിൽ വെളിപ്പെടുവാനുള്ളവരാണ് നമ്മൾ. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയുമ്പോഴല്ലേ എൻ്റെ മനസ്സിൽ വരുന്ന തേജസ്സാണ്. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, ഇതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെട്ടു, കർത്താവിൻ്റെ രക്തത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടു, നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അവൻ്റെ വരവെങ്കിൽ നമ്മൾ തേജസ്കരിക്കപ്പെടും. ഇപ്പോഴേ ഉണ്ട് തേജസ്. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച്, അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ വായിക്കാം. അപ്പോൾ ആ തേജസ് എൻ്റെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കണം. നമ്മൾ തേജസ്സിൽ വെളിപ്പെടുവാനുള്ളവരാണ്. അതായിരിക്കണം എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് ഞാൻ തേജസ്സിൽ വെളിപ്പെടുവാനുള്ളവനായതുകൊണ്ട് ക്രിസ്തുവിനോടുകൂടെ അവിടെ എഴുതിയിരിക്കുന്ന അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. ഞാൻ ക്രിസ്തുവിനോടുള്ള തേജസ്സിൽ വെളിപ്പെടുവാനുള്ളതായതുകൊണ്ട് അങ്ങനെ അതാണ് എൻ്റെ ഡെസ്റ്റിനി, അതാണ്
എൻ്റെ ഡെസ്റ്റിനേഷൻ, എൻ്റെ ഡെസ്റ്റിനി എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അതാണ്, ആ തേജസ്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് ആ തേജസ്സിന് വേണ്ടിയാണ് ഒരുങ്ങുന്നത്. ആ തേജസ് ഇപ്പോഴേ എന്നിൽ വ്യാപരിക്കണം. അതുകൊണ്ട് ഭൗമികമായ കാര്യങ്ങളോടുള്ള എൻ്റെ മോഹങ്ങളെ മുഴുവൻ ഞാൻ കളയുന്നു. കൊലോസ്യലേഖനം അതേ അധ്യായത്തിൽ തന്നെ 5 മുതലുള്ള വാക്യങ്ങളെല്ലാം പ്രായോഗിക നിർദ്ദേശങ്ങളാണ്. കർത്താവ് വരുന്നു, തേജസ്സിൽ വെളിപ്പെടുന്നു. അങ്ങനെ വെളിപ്പെടുന്നത് കൊണ്ട് 5-ാമത്തെ വാക്യത്തിൽ ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. അത് ഒരുക്കമാ, അവൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കമാണ്. കാരണം അവൻ വെളിപ്പെടുമ്പോൾ തേജസ്സിന് യോജിക്കാത്ത ഒന്നും എന്നിൽ ഉണ്ടാകാൻ പാടില്ല. ഇതൊന്നും തേജസ്സിന് യോജിക്കുന്നതല്ല. ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. എൻ്റെ മുമ്പിൽ യേശുവിൻ്റെ വരവാ, അത് തേജസ്സിലാണ്. ആ തേജസ്സിന് യോജിക്കുന്ന ഒരു ജീവിതമാണ് എനിക്ക് ആവശ്യമായിരിക്കുന്നത്. 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുക. നമ്മൾ 10-ാമത്തെ വാക്യത്തിൽ തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അപ്പോൾ പുതിയ മനുഷ്യനെ നമ്മൾ ധരിച്ചിരിക്കുകയാണ്. നമ്മൾ പഴയ ആളല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ലോകത്തിന് മരിച്ചവരാണ്. റോമാലേഖനത്തിൽ അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. പാപസംബന്ധമായി മരിച്ചവർ. യെസ്, ഞാൻ എൻ്റെ ജഡസംബന്ധമായി പാപസംബന്ധമായി മരിച്ചവനാണ്. ആകണം മരിച്ചവരെന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നു. ഞാൻ പാപത്തിന് മരിച്ചവനാണ്, ദൈവത്തിന് ജീവിക്കുന്നവനാണ്. എന്താ അതിൻ്റെ അർത്ഥം? മരിച്ച മനുഷ്യൻ പ്രതികരിക്കത്തില്ല. അതാണ് മരിച്ച മനുഷ്യൻ്റെ ഒരു വലിയൊരു പ്രത്യേകത. അവൻ പ്രതികരിക്കത്തില്ല. എന്തെല്ലാം വന്നാലും അവൻ പ്രതികരിക്കത്തില്ല. ഞാനൊരു സ്റ്റോറി പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. 2 പിള്ളേർ, ജോണി, ജിമ്മി എൻ്റെ കഥാപാത്രങ്ങളാണ്. ജോണിയും ജിമ്മിയും 2 പേരും ഭയങ്കര ഫുട്ബോൾ പ്രാന്തന്മാരാണ്. വൈകുന്നേരമാകുമ്പം ജോണി വരും, ഒരു ചൂള അടിക്കും, ജിമ്മിയെ വിളിക്കും, അവർ ഫുട്ബോൾ കളിക്കാൻ പോകും. ഒരു ദിവസം വന്ന് ചൂളം അടിച്ചിട്ട് ജിമ്മിയെ വിളിച്ചു. പക്ഷേ ജിമ്മി എണീറ്റ് വന്നില്ല. എന്നാണെന്നറിയാമോ? ജിമ്മി മരിച്ചു പോയി. ഇതവൻ അറിഞ്ഞില്ല. ഇവൻ വന്ന് നോക്കിയപ്പോൾ ജിമ്മി ഇങ്ങനെ കിടക്കുക. എന്നെ ചോദിച്ചു, എടാ 4 മണിയായി, എണീക്കടാ, വാ നമുക്ക് ഫുട്ബോൾ കളിക്കാൻ പോവാം. അവൻ എണീക്കുമോ? ഇല്ല. ബിക്കോസ് ഹീ ഈസ് ഡെഡ്. അവൻ മരിച്ചതാ. അവൻ പ്രതികരിക്കത്തില്ല. ഇനി അവനെ കുലുക്കി വിളിച്ചാൽ അവൻ എണീക്കുമോ? ഇല്ല. ഇനി അവനെ എണീപ്പിച്ച് ഇങ്ങനെ നേരെ അങ്ങ് നിർത്തിയിട്ട് കാലിൻ്റെ അവിടെ ഒരു പന്ത് വെച്ച് കൊടുത്ത് അവൻ തട്ടുമോ? ഇല്ല. കാരണം അവൻ മരിച്ചവനാണ്. മരിച്ചവൻ പ്രതികരിക്കത്തില്ല. നിങ്ങൾ പാപസംബന്ധമായി മരിച്ചവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാപം വന്ന് വിളിച്ചാൽ ഞാൻ പ്രതികരിക്കത്തില്ല. കാര്യം ഞാൻ പാപസംബന്ധമായി മരിച്ചവനാണ്. ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവൻ. കർത്താവ് വന്ന് വിളിച്ചാൽ ഞാൻ ചാടി എണീക്കും, കർത്താവിൻ്റെ പിന്നാലെ പോകും. കാര്യം ഞാൻ ദൈവസംബന്ധമായി ജീവിക്കുന്നവനാണ്, ദൈവത്തിന് ജീവിക്കുന്നവനാണ്. ഇതുപോലൊരവസ്ഥ നമുക്കുണ്ടാകണം. കാരണം തേജസ്സിൽ വെളിപ്പെടുവാനുള്ളവരാണ്. അവൻ്റെ വരവിൽ തേജസ്സിൽ നമ്മൾ വെളിപ്പെടും. മരിച്ചവൻ പ്രതികരിക്കത്തില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ആകയാൽ 12-ാം വാക്യം, റോമർ 6:12, ആകയാൽ പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുവിൻ. കർത്താവ് വരുന്നു. അവൻ്റെ വരവ് തേജസ്സിൻ്റെ പ്രത്യക്ഷതയാണ്, തേജസ്സിലെ പ്രത്യക്ഷതയാണ്. അതുകൊണ്ട് ആ തേജസ്സിന് യോജിക്കുന്ന ഒരു ജീവിതം ആണ് ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ തേജസ്സിന് യോജിക്കുന്നതായ ഒരു ജീവിതം. ഭൂമിയിൽ എനിക്ക് ആവശ്യമുള്ളതെല്ലാം കർത്താവ് തരുന്നുണ്ട്. പക്ഷേ എനിക്ക് കർത്താവ് തരുന്ന വസ്തുവിൽ പോലും എനിക്ക് ആശ്രയമില്ല. എനിക്ക് കഴിക്കാനും കുടിക്കാനും കിടക്കാനും ഉള്ളതെല്ലാം കർത്താവ് തരുന്നുണ്ട്, ഇല്ലേ? കർത്താവ് തന്നെ പറഞ്ഞു, മൈ ഗോഡ് ഷാൽ സപ്ലൈ ഓൾ യുവർ നീഡ്സ് അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ് ഇൻ ഗ്ലോറി. നമ്മുടെ കർത്താവ് നമ്മുടെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെയും അവൻ്റെ ധനത്തിനൊത്തവണ്ണം തീർത്ത് തരും. എനിക്ക് കഴിക്കാനില്ലെങ്കിൽ പ്രാർത്ഥിക്കണം, പിള്ളേർക്ക് ഫീസ് കൊടുക്കാനില്ലെങ്കിൽ പ്രാർത്ഥിക്കണം, കർത്താവ് തരും. അതിനൊന്നും ഞാൻ എതിരല്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, എൻ്റെ ആശ്രയം വസ്തുക്കളിലാകരുത്. എൻ്റെ ആശ്രയം യേശുവിലാണ്. അതാണ് നമുക്ക് എൻ്റെ പ്രത്യാശ യേശുവിലാണ്. പ്രത്യാശ യേശുവിലാണ്. ഈ നിത്യതയുടെ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കംപ്ലീറ്റ് നിത്യതയുടെ ദർശനത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. നിത്യതയുടെ ദർശനത്തിൽ, ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. കാര്യം ഞാൻ ഉയരത്തിലേക്ക് പോകാനുള്ളവനാ. എൻ്റെ ഡെസ്റ്റിനി അവിടെ, എൻ്റെ ഡെസ്റ്റിനേഷൻ അതാ. എൻ്റെ ഡെസ്റ്റിനേഷൻ ഭൂമിയിലല്ല, എൻ്റെ ഡെസ്റ്റിനേഷൻ സ്വർഗത്തിലാണ്.
അതുകൊണ്ട് ഇവിടെ ജീവിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൻ്റെ അവസ്ഥയിലാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത്. അങ്ങനെ ഞാൻ ജീവിക്കണം. അതിനുവേണ്ടി നമ്മളെ ഒരുക്കണം. നിത്യതയുടെ ദർശനത്തിൽ നമ്മൾ ജീവിക്കണം. പഴയ നിയമ വിശുദ്ധന്മാരെല്ലാം നിത്യതയുടെ ദർശനത്തിൽ ജീവിച്ചവരായിരുന്നു. നിത്യതയുടെ ദർശനത്തിൽ നമ്മൾ ജീവിക്കുക. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ.